ഒരു കാലത്ത് പ്രധാന ശക്തികേന്ദ്രമായിരുന്നെങ്കിലും കടുത്ത സംഘടനാ പ്രതിസന്ധികളിലൂടെയാണ് തൃശൂർ ജില്ലയിലെ കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ടു പോകുന്നത്. സംഘടനാ രംഗത്തെ അടിത്തറ തകർന്നതും തെരഞ്ഞെടുപ്പുകളിലെ തുടർച്ചയായ പരാജയങ്ങളുമെല്ലാം പലപ്പോഴും പ്രതിസന്ധികൾക്ക് കാരണമായി. തൃശൂരിലെ പഴയ കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരുമെന്ന് നേതൃത്വം പറയുമ്പോഴും അതിനായി എത്ര നാൾ കാത്തിരിക്കണമെന്ന ആശങ്കയിലാണ് അണികളും അനുഭാവികളും. ലീഡർ കെ കരുണാകരന്റെ തട്ടകമെന്ന പേരിൽ കേരള രാഷ്ട്രീയത്തിൽ തല ഉയർത്തി നിന്ന സാംസ്കാരിക നഗരം. സംസ്ഥാന രാഷ്ട്രീയത്തിനും കോൺഗ്രസിനും തൃശൂർ ദാനം നൽകിയ പ്രതിഭകൾ ഏറെയാണ്. പക്ഷേ പൂർവ്വകാല ചരിത്രങ്ങളേറെ പറയുവാനുള്ള തൃശൂർ ജില്ലയിലെ കോൺഗ്രസ് ഇപ്പോൾ നാഥനില്ലാ കളരിയാണ്. ഇരുപത് വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിച്ചാൽ പടവലങ്ങ നീളത്തിൽ താഴേക്ക് വളരുന്ന കോൺഗ്രസിനെയാണ് ജില്ലയിൽ കാണാനാകുക. 2001-ൽ 13-ൽ 12 സീറ്റുകളും വിജയിച്ചു നിന്നവർ 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ നേർവിപരീതമായി ദുർബലമായതായാണ് കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ വളരെ കോൺഗ്രസിൻ്റെ ആ തോൽവി വളരെ മോശമായൊരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് തോന്നുന്നത്. പക്ഷേ അതുകൊണ്ട് തൃശ്ശൂർ ജില്ലയിലെ കോൺഗ്രസ്സിന് മുഴുവൻ ഒരു ക്ഷതം സംഭവിച്ചു എന്ന് പറയാൻ കഴിയില്ല. 2006-ലെ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റുകളും 2011-ൽ 6 സീറ്റുകളും നേടാനായി. എന്നാൽ 2016-ലും 2021-ലും കോൺഗ്രസ് സംഘടനാ സംവിധാനങ്ങൾ തകർന്നടിയുന്ന കാഴ്ചകളാണ് തൃശൂരിൽ കണ്ടത്. 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയവും അവസാനം നടന്ന ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് പരാജയവും ജില്ലയിലെ കോൺഗ്രസ് എത്രമാത്രം ദുർബലരായി മാറിയെന്ന് കാട്ടുന്ന ഉദാഹരണങ്ങളിൽ ചിലത് മാത്രമാണ്. ഇവിടെ ഒരു DCC പ്രസിഡന്റ് ഇല്ലാണ്ടായിട്ട് എത്ര കാലമായി ഇപ്പോൾ VK ശ്രീകണ്ഠന് മറ്റേ പാലക്കാട് MP-ക്ക് ചാർജ് കൊടുത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഇവിടെ തൃശ്ശൂരിൽ ലീഡറെ ഇല്ലേ? ആരെങ്കിലും ഒരാളെ ഏൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലേ? ഇപ്പോൾ കഴിഞ്ഞ 4-5 മാസമായി ഒരു DCCക്ക് ഒരു പ്രസിഡന്റ് ഇല്ല. അപ്പോൾ ആരാണത് ഏകോപന ചുമതല നടത്തുന്നത്? അപ്പോൾ അവിടെയാണ് ഈ വിഷമം വരുന്നത്. ജനങ്ങളിലേക്ക് ആ ഒരു ഇത് കിട്ടണം, എന്താണ് ഒരു സന്ദേശം കിട്ടണം. കോൺഗ്രസ് പാർട്ടി ഇപ്പോഴും ശക്തമാണ് എന്നുള്ളൊരു തോന്നൽ ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് കിട്ടണം. അത് ചെയ്യുന്നില്ല ബാക്കിയുള്ളവർ എന്നുള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ. സംഘടനാ അടിത്തറ തകർന്നതും നേതൃത്വത്തിന്റെ ഏകോപനമില്ലായ്മയും പ്രാദേശിക നേതൃത്വങ്ങളുടെ പിടിപ്പുകേടുമെല്ലാം കോൺഗ്രസിന്റെ തകർച്ചയുടെ കാരണങ്ങളായി. ഗ്രൂപ്പ് രാഷ്ട്രീയം കൊടികുത്തി നിന്ന കാലത്ത് പോലും നേരിടാത്ത പ്രതിസന്ധികൾ ഇന്ന് തൃശൂരിലെ കോൺഗ്രസിനുണ്ട്. ഈ വെല്ലുവിളികൾ മറികടന്ന് പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുവരാൻ നിലവിലെ നേതൃത്വം പ്രാപ്തരാണോ എന്ന ചോദ്യത്തിനാണ് കോൺഗ്രസിനെ സ്നേഹിക്കുന്ന അണികളും അനുഭാവികളും ഉത്തരം തേടുന്നത്. ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.